എല്ലാവർക്കും റെനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത്, ഞാൻ വെച്ച കറികൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. ഇത് ഉണക്ക ചെമ്മീനും മാങ്ങിയിട്ടിട്ടുള്ള ഒരു കറിയാണ്. ഇതിലൊന്നുമില്ല ഉപ്പ്, മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, പിന്നെ മാങ്ങയുള്ളതിന് പുളിയുടെ ആവശ്യമില്ല. ഉണക്ക ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ വറുത്തൊന്നുമില്ല. അങ്ങനെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് താളിക്കണം, അത്രയേ ഉള്ളൂ. വേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിക്കണം. വഴുതനങ്ങ മെഴുക്ക് പുരട്ടിക്കുള്ള ഇതാണ്. ഞാൻ പറയുകയാണെങ്കിൽ 1, 2, 3, 4 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കിയും കൂടി അരിയാനുണ്ട്. അപ്പോൾ പതിവ് പോലെ ചേച്ചി ഇങ്ങനെ കണ്ണു മേടിച്ച് നോക്കിയിരിക്കേണ്ടത്. അതായത് അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ സമയമാവാറായി മൂത്രമൊഴിക്കാൻ ശിശുവിനെ കൊണ്ടുപോകാനായിട്ട് അവന് ഇരിക്കുകയാണ്. ചേട്ടായി അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണികൾ ആകെ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് കാണിച്ചു തരാം. ചേച്ചി എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് കേട്ടോ, വാലാട്ടണുണ്ടോ? ഹായ്. അപ്പോൾ വഴുതനങ്ങ നല്ലോണം വട്ടത്തിലൊക്കെ അരിഞ്ഞ് പച്ചമുളക്. ഇയാൾ എന്തൊരു ഒളിയാണ്, എന്തൊരു കഷ്ടമാണ് നമുക്ക്. ഉപ്പ്, മഞ്ഞൾ, പച്ചമുളക് ഇത്ര മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണ അരയ്ക്കുക പോരേ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കണ്ണിൽ വെള്ളം ഒഴിക്കാതെ തന്നെ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒഴിക്കുക. അയാളുടെ വർത്തമാനം കഴിയട്ടെ എന്നിട്ട് പറയാം. ഇത് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ വെളിച്ചെണ്ണ, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾ, ലാസ്റ്റിൽ ജീരകം, ചെറിയ ജീരകം ഇട്ട ശാലായി നല്ല വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നിങ്ങൾക്ക് മുന്നിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറാന്ന് പറഞ്ഞാൽ അടിയിൽ അടുപ്പൊന്നും കത്തണമെന്നില്ല, വെറുതെ ഇളക്കാണ്. ചെയ്തിട്ട് കത്തിക്കാം. ഞാൻ ഇളക്കി പിടിപ്പിക്കട്ടെ. അങ്ങനെ ഞാൻ കാച്ചി ഒഴിക്കുകയെന്ന് വെച്ചാൽ അത് ചെമ്മീനിലേക്ക് കാച്ചി ഒഴിച്ച്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, ഇങ്ങനെ വഴുതനങ്ങ ഇതിൻ്റെ കമ്പും കോലൊക്കെ വേണമെങ്കിൽ നമുക്ക് പൂത്തറിയാം. വഴണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ശരിക്കും തീ കത്തിച്ചുണ്ട്. നേരത്തെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് പരട്ടണമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടം വറുക്കണം. നമ്മുടെ മെയിൻ പപ്പടമില്ലാത്ത ഒരു സംഗതിയില്ല. ഈ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് പോയി പപ്പടം നിന്ന് വയറ് നിറച്ചെന്ന് പറയാം. ഞാനത് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റാ, ബൈ ബൈ.